The Real FM 103.6. ശ്രദ്ധ. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എല്ലാ വർഷവും കേരളത്തിൽ 20-ലധികം പേരാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര വനം പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗാണ് പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. ഈ വർഷം ഇതുവരെയായി സംസ്ഥാനത്ത് 28 പേർ കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കർഷകരും പറയുന്നു. കാട്ടാനകളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ അത് വാർത്തയാണ്. എന്നാൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ, അതായത് 2019 മുതൽ സംസ്ഥാനത്ത് 827 കാട്ടാനകൾ ചെരിഞ്ഞു എന്നും ഇതിൽ ഭൂരിപക്ഷത്തിന്റെയും മരണം വാർദ്ധക്യസഹജമായ കാരണങ്ങൾ കൊണ്ടല്ല എന്നുമാണ് കണക്കുകൾ. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്നതിന് കാരണം കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചതാണെന്ന ആരോപണം കർഷകർ ഉയർത്തിയിരുന്നു. അതിനിടയിലാണ് ഈ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഇതിലെ വാസ്തവം? ചീഫ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ: ഇപ്പൊ വന്ന കണക്കിൽ വെച്ചിട്ട് ആശങ്കപ്പെടേണ്ടതില്ല. അതിന്റെ നോർമാലിറ്റിയിൽ നിന്ന് ഒരു വലിയൊരു വേരിയേഷൻസ് ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണം കൂടി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതേ സമയത്ത് 1:1 റേഷ്യോ 50-50 ഇതിലാണ് ആൺകുട്ടി പെൺകുട്ടി ഉണ്ടാവുന്നത് ആനയില്. അതേപോലെ തന്നെയാണ് മോർട്ടാലിറ്റി ഉണ്ടാവുന്നത്. പക്ഷെ ഡിഫറെന്റ് ടൈമിലാണ് മാത്രം. ഇപ്പൊ നമ്മള് ഈ കഴിഞ്ഞ 98 മുതലുള്ള നമ്മൾ ഡെത്ത് എല്ലാം ക്ലോസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 വർഷം കൂടുമ്പം ഈ ഡെപ്ത് ഇങ്ങനെ കൂടിയും കുറഞ്ഞും വരും. ഇതൊരു വലിയ ഫിനോമിനയാണ്. ഇതിന്റെ ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ജനറേഷൻ പഠിച്ചേ പറ്റും. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസ്. ഇപ്പോഴത്തെ ബേസിക് ഡാറ്റ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ 4 വർഷം കൂടുമ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പറയുന്ന പോലെ മാസീവ് മോർട്ടാലിറ്റി. പക്ഷെ നമ്മൾ ബോദർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കുറെ എമേർജിംഗ് ഡിസീസ്, പുതിയ അസുഖങ്ങൾ ആളുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത അസുഖങ്ങൾ വൈൽഡ് എലിഫന്റ്സിൽ കണ്ടെത്തിയിട്ടുണ്ട്. ട്യൂബർകുലോസിസ്, അതായത് ക്ഷയം എന്ന് പറയുന്ന മനുഷ്യന് ബാധിക്കുന്ന ക്ഷയം എലിഫന്റ്സിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പീസ് വൈറസ് എന്ന് പറയുന്നത് അമേരിക്കയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു രോഗം നമ്മൾ ഏഷ്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 2009. പിന്നെ പുതിയ ബാക്ടീരിയൽ ഡിസീസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു വെറിയാണ്. അതിന്റെ മാത്രം എഫക്ട് എത്രമാത്രം ഈ പോപ്പുലേഷൻ സ്ട്രക്ചറിൽ വരുന്നു എന്നുള്ളത്. പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൽ ഫീമെയിൽ റേഷ്യോ, അതിന്റെ ഏജ് ഗ്രൂപ്പ്, ഇതെല്ലാം വരുന്നതാണ് പോപ്പുലേഷൻ സ്ട്രക്ചർ. ഇത് എത്രമാത്രം ബാധിക്കുന്നു എന്ന് നമുക്കിപ്പോ പറയാനായിട്ടില്ല. പക്ഷെ നമുക്ക് അറിയാലോ, ഞാൻ ആനയുടെ കാര്യം പറഞ്ഞ 10-73 വയസ്സോടെ ജീവിക്കുന്ന ആന, അതിന്റെ നിങ്ങൾ ഒരു ലൈഫ് ടൈം കംപ്ലീറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് 98 മുതലുള്ള മോർട്ടാലിറ്റി നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം ധാരണ കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് ഈ പറയുന്ന പോലെ ഒരു മാസീവ് മോർട്ടാലിറ്റി എലിഫന്റ് ഉണ്ടായെന്ന് പറയാൻ പറ്റത്തില്ല. മാസീവ് മോർട്ടാലിറ്റി ഉണ്ടാകുന്ന ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടാവണം. ഈ മാസം വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിലെ വനങ്ങളിൽ വേട്ടയാടലിൽ കൊല്ലപ്പെട്ട ആനകളുടെ എണ്ണം 11 അപകടം പോലുള്ള കാരണങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടതാകട്ടെ 51 ആനകൾക്കും. എന്തൊക്കെയാണ് നമ്മുടെ കാടുകളിലെ ആനകളുടെ എണ്ണം കുറയ്ക്കുന്ന കാരണങ്ങൾ? കൺസർവേഷൻ ബയോളജിസ്റ്റ് ഡോക്ടർ വിഷ്ണു: എന്താണ് മരണ കാരണം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഏകദേശം ഒരു 90% നാച്ചുറൽ ഡെത്തിൽ വരുന്ന ഡെത്തുകളാണ്. ഈ 800 ആന ചരിഞ്ഞെങ്കിൽ അതിനകത്ത് 90% നമുക്ക് നാച്ചുറൽ ഡെത്ത് ആണ്. അതായത് നാച്ചുറൽ ഡെത്ത് ഇൻക്ലൂഡ്സ് ഫൈറ്റ്, മേറ്റിംഗ് റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ് ഉണ്ടാകുമ്പോൾ പല സാഹചര്യങ്ങളിലും ഒരാന അതിനകത്ത് 2 പേർക്കും ചിലപ്പോൾ മാരകമായിട്ട് പരിക്ക് പറ്റാം. ഇല്ലെങ്കിൽ ഒരാന ചിലപ്പോൾ സ്പോട്ടിൽ തന്നെ കൊല്ലപ്പെടുന്ന ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നാച്ചുറൽ ആയിട്ട് ആനയ്ക്ക് വരുന്ന അസുഖങ്ങളുണ്ട്. ഇപ്പൊ ഹെർപ്പിസ് എന്ന് പറയുന്ന വൈറസ് ആനക്കുട്ടികളെ ബാധിക്കുന്നതാണ്. അതേപോലെ ക്ലോസ്ട്രിഡിയം എന്ന് പറയുന്ന ഇൻഫെക്ഷൻ വരുന്നുണ്ട് ആനകൾക്ക്. നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു അസുഖമാണ്. TB വരുന്നുണ്ട് ആനയ്ക്ക്. അങ്ങനെ പല നാച്ചുറൽ ആയിട്ടുള്ള ഡിസീസസ് വന്നിട്ട് ആന ചരിയാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മരണങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞതിനകത്ത് ഒരു 10% മരണങ്ങൾ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഭാഗമായിട്ട് സംഭവിക്കാറുണ്ട്. അതിനകത്ത് 2 തരമായിട്ട് നമുക്ക് തിരിക്കാം. ഇപ്പൊ ഒരു ആന ജനവാസ മേഖലയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കോ ഇറങ്ങി ഒരു കുഴിയിൽ വീണ് ചാവുന്നു. അത് കാടിന് പുറത്ത് തന്നെ ആവണമെന്നില്ല, കാടിനുള്ളിലും പാറക്കെട്ടുകളുടെ മുകളിൽ നിന്നൊക്കെ വീണിട്ട് ആന ചാകുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ അതല്ലാതെ നമുക്കിപ്പം ആശങ്കപ്പെടേണ്ട മരണങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇലക്ട്രിക്യൂഷൻ, അതായത് ആനയെ ഷോക്ക് വെച്ച് കൊല്ലുന്ന രീതിയിൽ ആന ചരിയാറുണ്ട്. അതും ആ ഇലക്ട്രിക്യൂഷൻ മരണങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. ഒന്ന്, സ്വാഭാവികമായിട്ട് ആന ചിലപ്പോൾ ഒരു തെങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം മറിച്ചിടുന്ന സമയത്ത് പോസ്റ്റ് ഒടിഞ്ഞു വീണിട്ടോ അങ്ങനെയൊക്കെ ആനകൾ ചരിയുന്നത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ആനയെ ഷോക്ക് വെച്ച് കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും ആനയ്ക്ക് വെക്കുന്നതായിരിക്കില്ല, പന്നിക്കോ മറ്റു ജീവികൾക്കോ വെക്കുന്ന ഷോക്കിൽ
ആന പോലെയുള്ള ജീവികൾ വന്നിട്ട് ചരിയുന്നതിന്റെ. പിന്നെ ആന വേട്ട നമുക്ക് വളരെ കുറവാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ ആന വേട്ട എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര കുറവാണ്. കൊമ്പിന് വേണ്ടിയിട്ട് ആനയെ കൊല്ലുന്നത് വളരെ കുറവാണ്. നേരെ മറിച്ച് പോയിസണിങ് ഉണ്ട്, വിഷം വെച്ചിട്ട് ചിലപ്പോൾ ആനയെ കൊല്ലുന്ന ഇൻസിഡൻസ് ഉണ്ട്. അതേപോലെ തന്നെ പടക്കം, പന്നിപ്പടക്കം മുതലായിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ആനയെ കൊല്ലുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഗൗരവമായിട്ട് നമ്മൾ കാണണം. ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അത്തരം മരണങ്ങൾ. പക്ഷെ അതെന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഡെത്തിന്റെ ഒരു 10% താഴെ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ കഴിഞ്ഞ 10 വർഷത്തിൽ. പക്ഷെ മെജോറിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ കോസുകൾ തന്നെ ആണ്. വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം കുറ്റകൃത്യങ്ങളും അന്വേഷിക്കാനും പരിഹാരം കണ്ടെത്താനും ഒരു സീക്രട്ട് ടീം ഉണ്ടാവേണ്ടതുണ്ട്. ദേശീയ വന്യമൃഗ സംരക്ഷണ ബോർഡ് അംഗം ഡോക്ടർ PS ഈസ. ഇവിടെ നമുക്ക് ഈ വനം വകുപ്പിന് ഇല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു സീക്രട്ട് ഏജൻസി വേണം, അവർക്കൊരു ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ടീം വേണം. അത് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഇന്റലിജൻസ് വിങ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി അന്ന് അന്വേഷിക്കാനും ഫോളോ അപ്പ് നടത്താനും അത് യൂണിഫോംഡ് അല്ലാത്ത സ്റ്റാഫ്, അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരു പരിപാടി വേണം. ഇല്ലെങ്കിൽ പലപ്പോഴും ഈ ഇത്തരം മരണങ്ങൾ ഇത് മാത്രമൊന്നുമല്ല, ഏതും അത് കോച്ചിങ്ങും ആകാം, വെടിവെച്ച് കൊല്ലുന്ന ഉൾപ്പെടെ, കൊമ്പിന് വേണ്ടിയായാലും അല്ലാതെ അതുൾപ്പെടെയുള്ള കാര്യങ്ങളാകാം. എല്ലാത്തിനെയും കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി, അതായത് വന്യജീവി സംരക്ഷണത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാത്തരം ക്രൈമുകളും കുറ്റങ്ങളും അന്വേഷിക്കാനും അതിനൊരു സൊല്യൂഷൻ, ഒരു പരിഹാരം, അല്ലെങ്കിൽ പലപ്പോഴും അതിനെ തടയിടാനും ഒക്കെ ആയിട്ടുള്ള ഒരു ടീം വാസ്തവത്തിൽ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇതൊരു തിരിച്ചറിയാൻ പറ്റാത്ത മരണമായിട്ട് മാറും. അത് ശരിയല്ല. 1992 ഫെബ്രുവരിയിൽ ആനകളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പ്രോജക്ട് എലിഫന്റ്. പ്രോജക്ട് എലിഫന്റ് അതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പദ്ധതിയാണ്. ആനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ള ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പദ്ധതിയാണ്. ആ പദ്ധതിയിലൂടെ ആനകളുടെ ആവാസ വ്യവസ്ഥ, അതുപോലെ ആനകളുടെ സംരക്ഷണം, ആനകൾക്ക് വേണ്ടിയുള്ള താരകൾ എന്ന് നമ്മൾ പറയുന്ന ഇടനാഴികകള്, കോറിഡോറുകള്, സംരക്ഷണം, അങ്ങനെയുള്ള എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പ്രോജക്ട് എലിഫന്റ്. അത് നാട്ടാനകളുടെയും നാട്ടിൽ കാണുന്ന ആനകളുടെയും കൂടി ഉണ്ട്, അതിന്റെ സംരക്ഷണം കൂടി പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ കടുവയ്ക്ക് കിട്ടുന്ന പ്രാധാന്യം ഈ ആനയുടെ കാര്യത്തിൽ കിട്ടുന്നില്ല. ഇപ്പോൾ കടുവ സംരക്ഷണത്തിന് വേണ്ടി നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഒക്കെ ഉണ്ട്. അതേപോലുള്ള ഒരു അതോറിറ്റി എലിഫന്റിന്റെ കാര്യത്തിൽ ആനകളുടെ സംരക്ഷണത്തിന് വേണമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ടാസ്ക് ഫോഴ്സിന്റെ റിപ്പോർട്ടിൽ, എലിഫന്റ് ഗിർജ എന്ന് പറയുന്ന റിപ്പോർട്ടിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കടുവയ്ക്ക് കിട്ടുന്ന ധനസഹായം പോലും, അതിനുവേണ്ടി കിട്ടുന്ന, അതിന്റെ പദ്ധതിയിൽ കിട്ടുന്ന ധനസഹായം പോലും എലിഫന്റിന് കിട്ടുന്നില്ല. ഇപ്പൊ നമുക്ക് കൂടുതലും കിട്ടുന്ന പണം കൂടുതലും നമുക്ക് നിർഭാഗ്യവശാൽ വന്യജീവി സംഘർഷം നേരിടാനായിട്ട് ചെലവഴിക്കേണ്ടി വരികയാണ്. ആനകളുടെ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കപ്പെടണം. ആനത്താരകളിലേക്കുള്ള കയ്യേറ്റങ്ങൾ അവസാനിക്കണം. അവയ്ക്ക് ഭക്ഷണം തേടി നാടുകളിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയുണ്ടാകരുത്. കാട്ടിനുള്ളിലെ ഖനനങ്ങൾക്കും മറ്റ് നിയമലംഘനങ്ങൾക്കും അവസാനമുണ്ടാകണം. ചുരുക്കത്തിൽ, നമ്മുടെ ആനകൾ ഭാവിയിലെ ദിനോസറുകളാവരുത്. വംശനാശം സംഭവിക്കരുത്. ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി അപ്രത്യക്ഷമാകുന്ന അവസ്ഥയുണ്ടാകരുത്. അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും ആവശ്യമാണ്. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.